ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു കാര്യവുമില്ലാത്ത ഒരു പണി ചെയ്ത് അതിൽ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം കണ്ടെത്തുന്ന ഒരാളെപ്പറ്റി. ഇത് കേരളത്തിന്റെ സ്വന്തം കഥയാണ്, പക്ഷെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു കഥ. ഒരു മലയുണ്ട്, ഒരു വലിയ പാറക്കല്ലുണ്ട്, പിന്നെ ഇതെല്ലാം കണ്ട് പൊട്ടിച്ചിരിക്കുന്നൊരു മനുഷ്യനും. ഇതിലെന്താ ഇത്ര ചിരിക്കാനുള്ളത്, അല്ലേ? എല്ലാ ദിവസവും ഒരേ കഷ്ടപ്പാട്, അവസാനം നോക്കുമ്പോഴോ ഒരു പ്രയോജനവുമില്ല. എന്നിട്ടും നിരാശപ്പെടാതെ ഇങ്ങനെ ചിരിക്കണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ കാരണം? ഈ ചോദ്യം ഒരുപക്ഷെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജോലിയും ഡെഡ്ലൈനുകളുമൊക്കെ ചിലപ്പോൾ ഒരു ശിക്ഷ പോലെ തോന്നാറുണ്ട്. പക്ഷേ ഇതാ ഒരാൾ കഠിനാധ്വാനത്തിൻ്റെ ആ ഒരു നിരർത്ഥകതയെ ഒരു കളിയാക്കി മാറ്റുന്നു. അപ്പോൾ ഇതൊരു ശിക്ഷയല്ല, ഇതൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് നമുക്ക് തന്ന ആളാണ് നാറാണത്ത് ഭ്രാന്തൽ. അപ്പോ ആരാണ് ഈ വിചിത്രനായ ജ്ഞാനി? എന്താണ് അദ്ദേഹത്തിന്റെ കഥ? നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. പേര് കേട്ടിട്ട് ശരിക്കും ഭ്രാന്തനായിരുന്നു എന്ന് തോന്നാം, അല്ലേ? പക്ഷെ അല്ല. സത്യത്തിൽ ലോകം മുഴുവൻ ചില അർത്ഥമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ ഓടുമ്പോൾ ആ ഓട്ടത്തിൽ പങ്കുചേരാത്ത ഒരാളെ ചിലപ്പോൾ സമൂഹം ഭ്രാന്തനെന്ന് വിളിച്ചേക്കാം. ആ ഒരു ഭ്രാന്തിനെ ഒരു മറയാക്കി നിർത്തി അദ്ദേഹം ജീവിതത്തിലെ വലിയ സത്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കഥ തുടങ്ങുന്നത് തന്നെ എല്ലാ സാമൂഹിക കെട്ടുപാടുകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ്. പറയിപ്പറ്റ പന്തിരികുലം എന്ന പ്രശസ്തമായ ഐതിഹ്യത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. അതായത് ഒരാളുടെ മഹത്വം ജനിച്ച ജാതിയിലോ കുടുംബത്തിലോ അല്ല, അയാളുടെ പ്രവൃത്തികളിലാണ് എന്ന വലിയൊരു സന്ദേശമാണ് ആ ഐതിഹ്യം മുന്നോട്ടുവെക്കുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഫേമസായ കല്ലുരുട്ടുന്ന കഥയിലേക്ക് വരാം. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ഗ്രീക്ക് കഥാപാത്രത്തിന്റെ ചിത്രം വന്നിട്ടുണ്ടാവും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഡെയിലി റുട്ടീൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഷ്ടപ്പെട്ട് ആ വലിയ കല്ല് മലയുടെ മുകളിലെത്തിക്കുന്നു. എന്നിട്ടോ ഒറ്റത്തള്ള് താഴേക്ക്. ആ കഷ്ടപ്പാട് മുഴുവൻ വെറുതെ ആയത് കണ്ട് അട്ടഹസിച്ച് ചിരിക്കും. അതെ, നമ്മൾ ഓർക്കുന്നത് ആ ഗ്രീക്ക് പുരാണത്തിലെ കഥാപാത്രത്തെ തന്നെയാണ്. ദേവന്മാരാൽ ശപിക്കപ്പെട്ട് എക്കാലവും മലമുകളിലേക്ക് കല്ലുരുട്ടാൻ വിധിക്കപ്പെട്ട ആ രാജാവിനെ, സിസിഫസ്. പക്ഷേ ഇവിടെയാണ് കഥയുടെ ട്വിസ്റ്റ്. സിസിഫസിന് അതൊരു ശാപമായിരുന്നു, ഒരു ശിക്ഷ. എന്നാൽ നാറാണത്ത് ഭ്രാന്തന് അതൊരു ചോയ്സായിരുന്നു, സ്വന്തം തീരുമാനം. ഒന്നൊരു ദുരന്തമാണെങ്കിൽ മറ്റേത് ഒരു തിരിച്ചറിവാണ്. ആ ഒരൊറ്റ വ്യത്യാസമാണ് ഈ കഥയെ ഇത്രയും ശക്തമാക്കുന്നത്. ഇതിലെന്താ പറയുന്നത് നോക്കിയേ, ഇത് വെറുമൊരു ഫിലോസഫി മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യത്തിലെ ഒരു വലിയ സത്യം കൂടിയാണ്. നമ്മൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ടൊരു സമ്പാദ്യമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്നു. പക്ഷെ അതെല്ലാം ഇല്ലാതാകാൻ ചിലപ്പോൾ ഒരു നിമിഷം മതി. ഈയൊരു യാഥാർത്ഥ്യത്തെയാണ് അദ്ദേഹം എല്ലാ ദിവസവും ആഘോഷിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജ്ഞാനം ഈ കല്ലുരുട്ടുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. വേറൊരു കഥ കൂടിയുണ്ട്. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ഈ ലോകത്തിലെ നേട്ടങ്ങളിൽ നിന്നൊക്കെ എത്രമാത്രം ഫ്രീ ആയിരുന്നു എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, സാക്ഷാൽ ദേവി മുന്നിൽ വന്ന് വരം തരാമെന്ന് പറയുന്നു, എന്തും ചോദിക്കാം. എന്നിട്ട് അദ്ദേഹം ചോദിച്ചതെന്താ? ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലേക്ക് മാറ്റാൻ. അത്രേ ഉള്ളൂ. സ്വന്തം വേദനയെപ്പോലും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിവെക്കാവുന്നൊരു വസ്തുവായി കണ്ട അദ്ദേഹത്തിന് മുന്നിൽ പിന്നെ എന്ത് നേട്ടത്തിനാണ് വിലയുള്ളത്? അദ്ദേഹം സ്വയം ചങ്ങലക്കിട്ടിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. എന്തിൽ നിന്നൊക്കെ? പണം പോകുമോ എന്ന പേടിയിൽ നിന്ന്, പ്രൊമോഷൻ കിട്ടുമോ എന്ന ടെൻഷനിൽ നിന്ന്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ നിന്ന്, നമ്മളെ ഇന്ന് ബന്ധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ചങ്ങലകളിൽ നിന്നെല്ലാമായിരുന്നു അദ്ദേഹത്തിനു മോചനം. അപ്പോ ഈ പഴങ്കഥയ്ക്ക് നമ്മുടെ ഇന്നത്തെ ഈ തിരക്കുപിടിച്ച ജീവിതവുമായിട്ട് എന്ത് ബന്ധം? ഒരുപാടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ റാറ്റ് റേസിനെക്കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു വിമർശനമാണ് നാറാണത്ത് ഭ്രാന്തന്റെ കഥ. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമ്മളോടുള്ള ഒരു ചോദ്യമാണ്. നമ്മളീ കിടന്ന് ഓടുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതോ വെറുതെ ഒരു കല്ല് മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റുന്ന പോലത്തെ ഒരു പണിയാണോ ഇതും? അദ്ദേഹം ഉരുട്ടിയതൊരു കല്ല്. നമ്മൾ ഇന്ന് ഉരുട്ടുന്ന കല്ലുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഒരിക്കലും തീരാത്ത ഈ മെയിലുകൾ, അടുത്ത പ്രൊമോഷൻ, കൂടുതൽ വലിയ വീട്, പുതിയ കാർ. ഓരോ തവണ മുകളിലെത്തിയെന്ന് വിചാരിക്കുമ്പോഴേക്കും അടുത്ത ലക്ഷ്യം വരും, കല്ല് വീണ്ടും താഴോട്ട് പോകും. ഈ സൈക്കിൾ കടന്ന് കറങ്ങിയിട്ടാണ് നമുക്ക് സമാധാനം പോകുന്നത്. നമ്മളിന്ന് ബേൺഔട്ട് എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അതിൻ്റെ ഒരു പഴയ പതിപ്പാണിത്. ഇതുകൊണ്ടാണ് മിനിമലിസം, മൈൻഡ്ഫുൾനെസ് പോലെയുള്ള ഐഡിയകൾക്ക് ഇന്ന് ഇത്ര ഡിമാൻഡ്. ആവശ്യമില്ലാത്ത ഭാരങ്ങളൊക്കെ ഒഴിവാക്കി ജീവിക്കുക. സമൂഹം വിജയമെന്ന് പറയുന്നതിന്റെ പിന്നാലെ ഓടാതെ സ്വന്തം സമാധാനം കണ്ടെത്തുക. അപ്പോ ആരാണ് ശരിക്കുള്ള വിജയി? ഈ ഓട്ടത്തിൽ പങ്കെടുത്ത് ജയിക്കുന്നവനോ, അതോ ഈ ഓട്ടം കണ്ട് മാറി നിന്ന് ചിരിക്കുന്നവനോ? അപ്പോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അവസാനം ഒരു ചോദ്യം മാത്രം ബാക്കിയുണ്ട്. ഇത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ്. ഒന്ന്, ആത്മാർത്ഥമായി ആലോചിച്ചു നോക്കിയേ, എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ പാറക്കല്ല്? നിങ്ങളുടെ ജോലിയാണോ, പണമുണ്ടാക്കാനുള്ള ഓട്ടമാണോ, അതോ മറ്റുള്ളവരുടെ പ്രതീക്ഷകളാണോ?
ആ കല്ലിന്റെ ഭാരം തിരിച്ചറിഞ്ഞ് അതിന് താഴേക്കിട്ടിട്ടൊന്ന് മാറി നിന്ന് ചിരിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടോ? അതോ ഈ ഭാരവും ചുമന്ന് ഈ മല കേഴി തന്നെ തീർക്കണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്.